ഇന്ന് സംസാരിക്കുന്നത് ഫ്രഞ്ച് ഫെമിനിസത്തെക്കുറിച്ചാണ്. ഫ്രഞ്ച് ഫെമിനിസ്റ്റുകൾ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങൾ, ലിംഗസമത്വം, പുരുഷാധിപത്യ ഘടനകൾ പൊളിച്ചെഴുതൽ എന്നിവയ്ക്കായി വാദിച്ചു. ഫ്രാൻസിലെ ഫെമിനിസത്തിൻ്റെ ചരിത്രം വിപ്ലവകാരികൾ മുതൽ സമകാലിക പ്രവർത്തകർ വരെയുള്ള വൈവിധ്യമാർന്ന ശബ്ദങ്ങളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഫ്രഞ്ച് ഫെമിനിസം മറ്റ് ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സൈദ്ധാന്തികവും ദാർശനികവുമാണ്. ഭാഷ, സ്വത്വം, മനോവിശ്ലേഷണം എന്നിവ സ്ത്രീകളുടെ അനുഭവങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രാഷ്ട്രീയവും നിയമപരവുമായ അവകാശങ്ങൾ കൂടുതൽ പ്രായോഗിക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആംഗ്ലോ അമേരിക്കൻ ഫെമിനിസവുമായി ഇത് പലപ്പോഴും വ്യത്യസ്തത പുലർത്തുന്നു. ഫ്രഞ്ച് ഫെമിനിസ്റ്റുകൾ ഭൗതിക ശരീരത്തിലും അതിൻ്റെ സാംസ്കാരിക പ്രത്യാഘാതങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രത്യുൽപാദന അവകാശങ്ങൾ, ജോലിസ്ഥലത്ത് ലിംഗസമത്വം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ചെറുത്തു നിൽക്കൽ, ഇൻ്റർസെക്ഷനാലിറ്റി എന്നിവയിലാണ് ഫ്രഞ്ച് ഫെമിനിസ്റ്റുകൾ മുഖ്യമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിവിധ തൊഴിലിടങ്ങളിൽ തുല്യവേതനത്തിനും പ്രാതിനിധ്യത്തിനുമുള്ള പോരാട്ടം നടത്തുകയും ഗാർഹിക പീഡനത്തിനും ലൈംഗിക അതിക്രമത്തിനും എതിരായ പ്രചരണങ്ങളിൽ മുൻനിരയിൽ നിൽക്കുകയും പ്രത്യേകിച്ച് മീറ്റു പോലുള്ള പ്രസ്ഥാനത്തെ തുടർന്ന് ചെയ്തു. ഫ്രഞ്ച് ഫെമിനിസ്റ്റുകളുടെ പോരാട്ടങ്ങളുടെ സ്വാധീനം 1975 ബെയിൽ നിയമം ഉപയോഗിച്ച് ഗർഭഛിദ്രം നിയമവിധേയമാക്കുന്നതിൽ കലാശിച്ചു. ആധുനിക ഫ്രഞ്ച് ഫെമിനിസ്റ്റുകൾ വംശം, വർഗം, കുടിയേറ്റ സ്ത്രീകളുടെ അനുഭവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതലായി അഭിസംബോധന ചെയ്യുന്നു. കൂടാതെ പരമ്പരാഗത ലിംഗ മാനദണ്ഡങ്ങൾക്കപ്പുറം ഇറങ്ങിയുള്ള വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഫ്രഞ്ച് സമൂഹത്തെയും ആഗോള ഫെമിനിസ്റ്റ് വ്യവഹാരങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ഈ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി ഫ്രഞ്ച് ഫെമിനിസവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 6 സൈദ്ധാന്തികരെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത് ഒലിംപ് ഡി ഗോസസ്, രണ്ടാമത് സിമോൺ ഡി ബുവ, മൂന്നാമത്തത് എലിസബത്ത് ബാഡിൻറ്റർ, 4 ആന്റോനൈറ്റ് ഫൂക്ക്, 5-ാമതായി കരോളിൻ ഡി ഫാസ്, 6-ാമത്തത് ഹെലൻ സിക്സസ്. 6 പേരുടെ പേര് ഒരു പ്രാവശ്യം കൂടെ: ഒലിംപ് ഡി ഗോസസ്, സിമോൺ ഡി ബുവ, എലിസബത്ത് ബാഡിൻറ്റർ, ആന്റോനൈറ്റ് ഫൂക്ക്, കരോളിൻ ഡി ഫാസ്, ഹെലൻ സിക്സസ് എന്നിവർ. അതിൽ ഒന്നാമതായി ഒലിംപ് ഡി ഗോസസിനെ പറ്റി. ഫ്രഞ്ച് വിപ്ലവകാലത്തെ ഒരു പ്രമുഖ ഫെമിനിസ്റ്റായിരുന്നു ഒലിംപ് ഡി ഗോസസ്. ഗോസസിൻ്റെ പ്രശസ്തമായ കൃതിയാണ് സ്ത്രീ പൗരൻ്റെയും അവകാശങ്ങളുടെ പ്രഖ്യാപനം. ആ കൃതി മനുഷ്യൻ്റെയും പൗരൻ്റെയും അവകാശങ്ങളുടെ യഥാർത്ഥ പ്രഖ്യാപനത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങളുടെ അഭാവത്തെ വെല്ലുവിളിച്ചു. അതായത് ആ കൃതി മനുഷ്യൻ്റെയും പൗരൻ്റെയും അവകാശങ്ങളുടെ, അതായത് യഥാർത്ഥ പ്രഖ്യാപനത്തിലെ സ്ത്രീ അവകാശങ്ങളുടെ അഭാവത്തെ വെല്ലുവിളിച്ചു. ഒലിംപസ് ഡി ഗോസസ് ലിംഗസമത്വത്തിന് വേണ്ടി വാദിക്കുകയും അത്തരം പോരാട്ടത്തിൽ പേരിൽ വധിക്കപ്പെടുകയും ചെയ്തു. മറ്റൊരു പ്രമുഖ വ്യക്തിയാണ് സിമോൺ ഡി ബുവ. തത്വചിന്തകയും എഴുത്തുകാരിയും അസ്തിത്വവാദിയുമായ സിമോൺ ഡി ബുവ ആധുനിക ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിലെ അടിസ്ഥാന വ്യക്തികളിൽ ഒരാളാണ്. ദി സെക്കൻഡ് സെക്സ് എന്ന കൃതിയിൽ ചരിത്രത്തിലുടനീളമുള്ള സ്ത്രീകളുടെ പെരുമാറ്റവും അതർ എന്ന ആശയവും വിശകലനം ചെയ്യുന്നു. അതർ എന്ന ആശയം ഇത് സുപ്രധാനമായ ബൗദ്ധികവും സാമൂഹികമായ സംവാദങ്ങൾക്ക് തുടക്കമിട്ടു. ഇനി മൂന്നാമതായി സംസാരിക്കുന്നത് എലിസബത്ത് ബാഡിൻറ്ററെ പറ്റിയാണ്. ലിംഗബന്ധങ്ങൾ, മാതൃത്വം, സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച എലിസബത്ത് ബാഡിൻറ്റർ ഫെമിനിസത്തിലെ ശ്രദ്ധേയമായ മറ്റൊരു വ്യക്തിത്വമാണ്. മാതൃത്വത്തെക്കുറിച്ചുള്ള ആധുനിക സങ്കല്പങ്ങളെയും കുടുംബത്തിനു വേണ്ടി ഔദ്യോഗിക മേഖലയും വ്യക്തിപരമായ അഭിലാഷങ്ങളെയും ത്യജിക്കാൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നു. പൊതു മനോഭാവത്തെയും എലിസബത്ത് വിമർശിച്ചു. പൊതുബോധത്തെയും പൊതു മനോഭാവത്തെയും എലിസബത്ത് വിമർശിച്ചു. അതായത് കുടുംബത്തിനു വേണ്ടി ഔദ്യോഗിക മേഖലയും വ്യക്തിപരമായ അഭിലാഷങ്ങളെ ത്യജിക്കാൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്ന പൊതു മനോഭാവത്തെ എലിസബത്ത് ബാഡിൻറ്റർ വിമർശിച്ചു. അതായത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എലിസബത്ത് ബാഡിൻറ്റർ പറഞ്ഞതിൻ്റെ അർത്ഥം. നാലാമതായി ഒരു സൈക്കോ അനലിസ്റ്റും ഫെമിനിസ്റ്റുമായ ആന്റോൺ ഫുക്കിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ് പറയുന്നത്. അതിൽ ഫ്രാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളൊന്നായ മൂവ്മെൻറ്റ് ഡി ലിബറേഷൻ ഡെസ് ഫെമസ് MLF സ്ഥാപിക്കുകയും പുരുഷന്മാരിൽ നിന്നുള്ള സ്ത്രീകളുടെ ജൈവശാസ്ത്രപരവും സാംസ്കാരികവുമായ വ്യത്യാസങ്ങൾ ഊന്നി പറയുകയും സ്ത്രീത്വം എന്ന ആശയം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. മൂവ്മെൻറ്റ് ഡി ലിബറേഷൻ ഡെസ് ഫെമസ് 1968 മെയ് പ്രതിഷേധങ്ങളും രണ്ടാം തരംഗ ഫെമിനിസവും സ്വാധീനിച്ച ഈ പ്രസ്ഥാനം പ്രത്യുൽപാദന അവകാശങ്ങൾക്കും തുല്യവേതനത്തിനും പുരുഷാധിപത്യ നിയമങ്ങൾ നിർത്തലാക്കുന്നതിനും വേണ്ടി പോരാടി. 1975 ഫ്രാൻസിൽ ഗർഭഛിദ്രം നിയമവിധേയമാക്കുന്നതിൽ MLF നിർണായകമായ പങ്കുവഹിച്ചു. മൂവ്മെൻറ്റ് ഡി ലിബറേഷൻ ഡെസ് ഫെമസ് എന്ന സംഘടന പങ്കുവഹിച്ചു.
അഞ്ചാമതായി സംസാരിക്കുന്നത് കരോളിൻ ഡി ഫാസിനെ പറ്റിയാണ്. സമകാലിക ഫെമിനിസ്റ്റും ആക്ടിവിസ്റ്റുമായ കരോളിൻ ഡി ഫാസ് ലിംഗസമത്വത്തിന് വേണ്ടി വാദിക്കുകയും ലൈംഗിക പീഡനത്തിനെതിരെ പോരാടുന്നതിലും മുൻനിരയിൽ നിൽക്കുകയും ചെയ്തു. ഫ്രഞ്ച് സമൂഹത്തിന് വിവിധ മേഖലകളിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് പ്രചാരണം നടത്തുന്ന ഊസ് ഡി ഫെമിനിസ്മി എന്ന ഫെമിനിസ്റ്റ് സംഘടന 2009 സ്ഥാപിക്കുകയും ചെയ്തു. ഇനി മറ്റൊരു പ്രമുഖ വ്യക്തിത്വമായ ഹെലൻ സെക്സസിനെ പറ്റിയാണ്. ഫെമിനിസ്റ്റ് സാഹിത്യത്തിലെ ഒരു സുപ്രധാന വ്യക്തിയാണ് ഹെലൻ സെക്സസ്. സാഹിത്യത്തിലെ സ്ത്രീകളുടെ അതുല്യമായ ശബ്ദത്തിന് ഊന്നൽ നൽകുകയും പുരുഷ മേധാവിത്വമുള്ള സാഹിത്യ പാരമ്പര്യത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന എ ക്രീച്ചർ ഫെമൈൻ എന്ന ആശയം അവതരിപ്പിക്കുകയും ചെയ്തു. ഭാഷയുടെ പുരുഷാധിപത്യ ഘടനകളെ അട്ടിമറിക്കുന്ന വിധത്തിൽ എഴുതാൻ സെക്സസ് സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ചു. പ്രമുഖ ഫ്രഞ്ച് ഫെമിനിസ്റ്റ് സൈദ്ധാന്തികയും തത്വചിന്തകയും എഴുത്തുകാരിയുമായ ഹെലൻ സെക്സസിൻ്റെ കൃതികൾ സമകാലിക ഫെമിനിസ്റ്റ് ചിന്തയെ രൂപപ്പെടുത്തുന്നതിൽ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സാഹിത്യ സിദ്ധാന്തത്തിൻ്റെയും പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഫെമിനിസത്തിൻ്റെയും മണ്ഡലത്തിൽ. സംസ്കാരത്തിലും ഭാഷയിലും പുല്ലിംഗ വീക്ഷണത്തിൻ്റെ വിശേഷാധികാരമായ ഹാലോസെൻട്രിസത്തെ സെക്സസ് ശക്തമായി വിമർശിക്കുന്നു. ഹാലോസെൻട്രിക് സംവിധാനങ്ങൾ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും മാത്രമല്ല നമ്മുടെ ചിന്തയിലും ആശയവിനിമയത്തിലും രീതിയിലും ആധിപത്യം സ്ഥാപിക്കുന്നുവെന്ന് അവർ വാദിച്ചു. സ്ത്രീത്വത്തിനായുള്ള പോരാട്ടത്തിൽ പുരുഷ കേന്ദ്രീകൃത മാതൃകകളിൽ നിന്ന് മാറി കൂടുതൽ വ്യാപ്തിയുള്ളതും വ്യതിയാന വിധേയമായ ആവിഷ്കാര രൂപത്തിലേക്ക് എത്തുന്നതിന് ഭാഷയെ തന്നെ പുനർവിചിന്തനം ചെയ്യുകയും പുനർനിർമ്മിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് സെക്സസ് വിശദീകരിക്കുന്നു. പുരുഷാധിപത്യ ഘടനകളിൽ ചരിത്രപരമായി അടിച്ചമർത്തപ്പെട്ട സ്ത്രൈണ ഇച്ഛകളുടെ പ്രാധാന്യത്തിൽ സെക്സസ് വലിയ ഊന്നൽ നൽകുന്നു. സാമൂഹിക മാനദണ്ഡങ്ങളുടെ നിയന്ത്രണമില്ലാതെ സ്ത്രീകൾക്ക് അവരുടെ ആഗ്രഹങ്ങളും സുഖങ്ങളും ലൈംഗികതയും സ്വതന്ത്രമായി പ്രകടിപ്പിക്കാൻ സാധിക്കണമെന്ന് സെക്സസ് വാദിച്ചു. സ്ത്രീകളുടെ സ്വരങ്ങളും അനുഭവങ്ങളും ചരിത്രപരമായി നിശബ്ദമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നതിനാൽ സ്ത്രീകളുടെ ആഗ്രഹത്തിന് ഈ വീണ്ടെടുപ്പ് സുപ്രധാനമായി സെക്സസ് കാണുന്നു. ഇനി സെക്സസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പം നേരത്തെ പറഞ്ഞതുപോലെ ഫെമൈൻ റൈറ്റിംഗ് ആണ്. ഫെമിനൻ റൈറ്റിംഗ് അല്ലെങ്കിൽ എക്രീച്ചർ ഫെമൈൻ എന്നാണ് അതറിയപ്പെടുന്നത്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ. ഹെലൻ സെക്സസിൻ്റെ എക്രീച്ചർ ഫെമൈൻ അല്ലെങ്കിൽ സ്ത്രീലിംഗ എഴുത്ത് എന്ന ആശയം വളരെ പേരുകെട്ടതാണ്. ഭാഷയുടെ പരമ്പരാഗത പുരുഷാധിപത്യ ഘടനകളെ മറികടക്കുന്ന ഒരു രചനയാണിത്. പരമ്പരാഗത ഭാഷയും സാഹിത്യവും ഹാലോസെൻട്രിക് അല്ലെങ്കിൽ പുരുഷാധിപത്യപരമാണെന്ന് അവർ വാദിക്കുന്നു. അതായത് പുരുഷ വീക്ഷണങ്ങളെയും അധികാര ഘടനകളെയും പ്രതിഫലിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമാണ് അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്ത്രീലിംഗ എഴുത്ത് നേരെ മറിച്ച് വഴക്കമുള്ളതും തുറന്നതും സ്ത്രീ അനുഭവത്തിൻ്റെ സങ്കീർണതയും ബഹുത്വം ഉൾക്കൊള്ളുന്നതും സ്ഥാപിത മാനദണ്ഡങ്ങൾ അട്ടിമറിക്കുന്നതുമാണ്. എക്രീച്ചർ ഫെമൈൻ എന്നത് ശൈലിയെക്കുറിച്ചല്ല, മറിച്ച് പുരുഷ മാനദണ്ഡങ്ങളുടെ നിയന്ത്രണങ്ങളില്ലാതെ തന്നെ സ്ത്രീകൾക്ക് സ്വയം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു പുതിയ സാഹിത്യഘടന സൃഷ്ടിക്കുന്നതിനാണ് ഊന്നൽ നൽകുന്നത്. അത് ഫെമിനിസ്റ്റ് സിദ്ധാന്തത്തെയും സാഹിത്യ പഠനത്തെയും സ്വാധീനിച്ചു. ലിംഗഭേദം, അധികാരം, ഭാഷയുടെ രാഷ്ട്രീയം എന്നിവയെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചകളിലേക്ക് പുതിയ വാതായനങ്ങൾ തുടർന്നു. ദി ലാഫ് ഓഫ് ദി മെലൂസ എന്ന രചനയിൽ സെക്സസ് സ്ത്രീകളോട് അവരുടെ ശരീരം കൊണ്ട് എഴുതാനും പുരുഷ മേധാവിത്വമുള്ള ഭാഷാപരമായ മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന എഴുത്തിലൂടെ അവരുടെ ആത്മനിഷ്ഠത വീണ്ടെടുക്കാനും പ്രേരിപ്പിക്കുന്നു. സ്ത്രീ സ്വയം പാഠത്തിലേക്ക് അല്ലെങ്കിൽ ലോകത്തിലേക്കും ചരിത്രത്തിലേക്കും തൻ്റെ സ്വന്തം പ്രസ്ഥാനത്തിലൂടെ സ്വയം ഉൾപ്പെടുത്തണം എന്ന് സെക്സസ് വിശദീകരിച്ചു. അതായത് സെക്സസിൻ്റെ പ്രസക്തമായ ഒരു ആഹ്വാനമാണ് സ്ത്രീ സ്വയം പാഠത്തിലേക്ക്, അതായത് ലോകത്തിലേക്കും ചരിത്രത്തിലേക്കും തൻ്റെ സ്വന്തം പ്രസ്ഥാനത്തിലൂടെ സ്വയം ഉൾപ്പെടണം എന്നുള്ളത് അത് അവരുടെ പ്രശസ്തമായ ഒരു ആശയമാണ്. സെക്സസ് പരമ്പരാഗത ദ്വന്ദ്വ വൈരുദ്ധ്യങ്ങളെ വെല്ലുവിളിക്കുന്നു. പ്രത്യേകിച്ച് പുരുഷ പെൺ ദ്വിമുഖത പുരുഷാധിപത്യ ചിന്തയുടെ കേന്ദ്രമാണെന്ന് അവർ വിശ്വസിക്കുന്നു. പുരുഷ പെൺ ദ്വിമുഖത എന്നുള്ളത് പുരുഷാധിപത്യ ചിന്തയുടെ കേന്ദ്രമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ വൈരുദ്ധ്യത്തിൽ പുരുഷലിംഗം പലപ്പോഴും പ്രവർത്തനം, യുക്തി, ശക്തി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയം സ്ത്രീലിംഗം എന്നുള്ളത് നിഷ്ക്രിയത, വികാരം, ബലഹീനത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഈ പുരുഷ പെൺ ദ്വിമുഖതയിൽ പുരുഷലിംഗത്തിൻ്റെ പ്രത്യേകത അത് പ്രവർത്തനം, യുക്തി, ശക്തി എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ത്രീലിംഗത്തിൻ്റെ പ്രത്യേകത നിഷ്ക്രിയത, വികാരം, ബലഹീനത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സെക്സസ് ആരോപിക്കുന്നു. ഈ ദ്വൈതവാദം പുരുഷന്മാരുടെ സ്ത്രീകളുടെ സാധ്യതകളെ പരിമിതപ്പെടുത്തുകയും ശ്രേണീപരമായ അധികാര ഘടനകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് സെക്സസ് വാദിക്കുന്നു. സെക്സസ് ഈ ദ്വിമുഖതയെ തകർക്കാൻ ശ്രമിക്കുന്നു. ലിംഗസ്വത്വം കൂടുതൽ അസ്ഥിരവും സങ്കീർണവുമാണെന്ന് സൂചിപ്പിക്കുന്നു. സെക്സസ് പുരുഷാധിപത്യ പ്രത്യയശാസ്ത്രങ്ങളെ വെല്ലുവിളിക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനും ലിംഗഭേദത്തെയും ലൈംഗികതയും കുറിച്ചുള്ള മനോവിശ്ലേഷണ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചു. എന്നിരുന്നാലും സ്ത്രീകളെ അവരുടെ അഭാവത്താൽ, അതായത് ഹാലസിൻ്റെ അഭാവം എന്ന സങ്കല്പവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. നിർവചിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ലക്കാൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി സെക്സസ് സ്ത്രീ ശരീരത്തിൻ്റെ സൃഷ്ടിപരവും ഉൽപ്പാദനപരമായ സാധ്യതകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത് പോരായ്മയേക്കാൾ ശക്തിയുടെ ഉറവിടമായി അതിനെ കാണപ്പെടുന്നു. സ്ത്രീ ശരീരത്തെ പോരായ്മയേക്കാൾ ശക്തിയുടെ ഉറവിടമായി സെക്സസ് കാണുന്നു. ഇനി ഈ ഫ്രഞ്ച് ഫെമിനിസ്റ്റ് സാഹിത്യ ചരിത്രത്തിൽ സെക്സസിൻ്റെ സ്വാധീനത്തെ പറ്റിയാണ്
സിക്സസിൻ്റെ ആശയങ്ങൾ ഫെമിനിസ്റ്റ് സാഹിത്യ വിമർശനത്തിന് ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ ശബ്ദം സാഹിത്യത്തിൽ എങ്ങനെ പ്രകടിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച്. സ്ത്രീകൾ എഴുതിയ ഗ്രന്ഥങ്ങൾ പുരുഷാധിപത്യ ഘടനകളെ എങ്ങനെ ചെറുക്കാനോ അട്ടിമറിക്കാനോ കഴിയും എന്നതിൻ്റെ വിശദീകരണ സന്ദർഭത്തിൽ വർഗീകരണത്തെ ധിക്കരിക്കുകയും ബഹുത്വവും മാറ്റവും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു രചനാരീതി സ്വീകരിച്ചുകൊണ്ട് സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ എഴുതണം എന്ന ആശയം അവർ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് നിലവിലുള്ള സങ്കല്പത്തെ മാറ്റിമറിച്ചുകൊണ്ട് സ്ത്രീകൾ സ്വയം മുന്നോട്ട് വന്ന് അവർക്ക് അനുയോജ്യമായ അനുഭവങ്ങൾ ഉൾപ്പെടുത്തി അനുയോജ്യമായ രീതിയിൽ എഴുതണമെന്ന് സക്സസ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഹെലൻ സക്സസിൻ്റെ ഫെമിനിസ്റ്റ് ചിന്ത ഭാഷയിലൂടെയും ആവിഷ്കാരത്തിലൂടെയും ഉള്ള വിമോചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പുരുഷ കേന്ദ്രീകൃത സംവിധാനങ്ങളിൽ നിന്നുള്ള വിച്ഛേദനത്തിനു വേണ്ടി അവർ വാദിക്കുകയും സ്ത്രീകളുടെ അവരുടെ അതുല്യമായ അനുഭവങ്ങളും ആശയങ്ങളും ആഗ്രഹങ്ങളും ശരീരവും പ്രതിഫലിപ്പിക്കുന്ന എഴുത്തിലൂടെ അവരുടെ ശബ്ദം വീണ്ടെടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സക്സസിൻ്റെ കൃതി ഫെമിനിസ്റ്റ് സിദ്ധാന്തം, പുനർനിർമ്മാണം, സാഹിത്യ വിമർശനം എന്നിവയിൽ അഗാധമായ സ്വാധീനം ചെലുത്തി. സർഗാത്മകവും ബൗദ്ധികവുമായ മേഖലകളിലെ പുരുഷാധിപത്യ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കാൻ ഒരു പുതിയ തലമുറയിലെ ഫെമിനിസ്റ്റ് ചിന്തകരെയും എഴുത്തുകാരെയും സക്സസ് പ്രചോദിപ്പിച്ചു.